നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റ് ഷോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളം മുഴുവൻ എല്ലാവരും ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ വെടിക്കെട്ട് നിരോധിക്കേണ്ടതുണ്ടോ, അതേപോലെ തന്നെ ഈ ആന എഴുന്നള്ളിപ്പ് അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ കൊല്ലം പറവൂരിലെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമുക്കറിയാൻ പറ്റും 109 ആളുകളുടെ മരണം സംഭവിച്ചു. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ 396 പേർക്ക് പരിക്കേറ്റു. അപ്പോൾ ഈ വിഷയം വന്നപ്പോഴാണ് വെടിക്കെട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ കൂടുതലുണ്ടാകുന്നത്. ഇതിൻ്റെ രണ്ട് വശമാണ് ഞാൻ പറയുന്നത്. ഒന്ന് മനഃശാസ്ത്ര വശവും, ഒന്ന് അതിൻ്റെ നിയമവശവുമാണ്. 2008 എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം എക്സ്പ്ലോസീവ് ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പപ്പുര, അതായത് ഈ വെടിക്കെട്ട് സൂക്ഷിക്കുന്ന സ്ഥലത്ത് പോയി അവിടുത്തെ ചില സാമ്പിൾ എടുത്ത് അത് പരിശോധിച്ച് അതിൽ രാസപദാർത്ഥങ്ങൾ, ദാറ്റ് ഈസ് നിരോധിക്കപ്പെട്ട രാസവസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്തതിന് ശേഷമാണ് ശരിക്കും എവിടെയും ഒരു വെടിക്കെട്ട് നടത്താൻ പാടും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗൺ പൗഡറാണ് ഇത്. ഈ അമിട്ടുകളായാലും അതേപോലെ തന്നെ കതിനകൾ അല്ലെങ്കിൽ പടക്കങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റ് ഇപ്പോൾ ഒരു 75% വരുന്നു, ചാർക്കോൾ അഥവാ കരി എന്ന് പറയുന്നത് ഒരു 15% വരുന്നു, സൾഫർ 10% വരുന്നു. ഇതൊക്കെയാണ് ഈ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് അതിൽ ശരിക്കും പറഞ്ഞാൽ കത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനം എന്ന് പറയുന്നത്. പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് മണ്ണും പിണ്ണാക്കും അറിയാത്ത, രാസപദാർത്ഥങ്ങളെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ആളുകളാണ് പലപ്പോഴും ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അവർ ഈ പൊട്ടാസ്യം നൈട്രേറ്റിന് പകരം അമോണിയം നൈട്രേറ്റും അതേപോലെ തന്നെ നൈട്രോസെല്ലുലോസുമാണ് ശരിക്കും ഇത് ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും ഭയങ്കര സീരിയസ്ലി ഒരു ദുരന്തം ഉണ്ടാക്കാവുന്ന സംഭവങ്ങളാണ്. പ്രത്യേകിച്ചും ഇത് ശരിക്കും ഇവരെന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തീവ്രത കൂട്ടാൻ നല്ലതാണ്. ഈ അമോണിയം പൊട്ടാസ്യം നൈട്രേറ്റിനെക്കാട്ടും ഒരു തീവ്രത ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ MSc പഠിക്കുന്ന കുട്ടികൾ അവരുടെ ലാബിൽ പോലും യൂസ് ചെയ്യാത്ത സാധനമാണ് അമോണിയം നൈട്രേറ്റ്. അതായത് എന്നാ അമോണിയം നൈട്രേറ്റ് ആണ് വളരെ ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ആളുകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് കൂടുതലായി യൂസ് ചെയ്യുന്നതെങ്കിൽ അത്ര വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. അതേസമയം അമോണിയം നൈട്രേറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ തീവ്രതയുള്ളതുകൊണ്ട് കൂടുതൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് അങ്ങ് കത്താനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കമ്പപ്പുരയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ ഒരു നിയമമുണ്ട്. 100 മീറ്ററിൻ്റെ ഡിഫറൻസ് വേണം. ദാറ്റ് ഈസ് ഒരു വെടിക്കെട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ചെറിയൊരു മൊരി എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് തെറിക്കുന്നു, കമ്പപ്പുരയിൽ വന്ന് തെറിക്കുന്നു, അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 100 മീറ്ററിൻ്റെ ഡിഫറൻസ് ഇവ തമ്മിലുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കില്ല. കാരണം എത്ര ഇതായിട്ട് പോവുകയാണെങ്കിലും എങ്ങനെ മിസ്ഡയറക്റ്റ് ചെയ്ത് വന്നാൽ പോലും ഒരു മൊരിയൊന്നും ഒരിക്കലും കമ്പപ്പുരയിലേക്ക് എത്തില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഇപ്പം എന്താണ്, ഒരു കമ്പപ്പുരയുണ്ട്, അതിൻ്റെ അടുത്ത് നാട്ടുകാർ മുഴുവൻ കൂടിയിട്ടുണ്ടോ, അത്രയും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത്. മറുവശം എന്താണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടെ വെടിക്കെട്ട് മുഴുവൻ നടത്തുന്നത്. അപ്പം ഏത് സിറ്റുവേഷനിലും ഇതൊക്കെ സംഭവിക്കാം. കൊല്ലത്ത് പരവൂരിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അടുത്ത ഒരു വിവാദം ഉണ്ടാകുന്നത് തൃശ്ശൂർ പൂരത്തിന് ഇത്രയും വെടിക്കെട്ടിൻ്റെ ആവശ്യമുണ്ടോ? പുറമേ ഒരാൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ പുറത്തായാലും ഇന്ത്യൻ്റെ പുറത്തായാലും തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പേരിലാണ് തൃശ്ശൂർ ജില്ല അറിയപ്പെടുന്നത്. അത് തൃശ്ശൂർ പൂരമാണ്, തൃശ്ശൂരിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്നത് തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ അങ്ങനെയുള്ള തൃശ്ശൂർ പൂരം വളരെ സാങ്കേതികമായി ചെയ്തുകൊണ്ട് കാര്യമില്ല. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് വെടിക്കെട്ടുമാണ്. ഈവൻ ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്ന സാമ്പിൾ വെടിക്കെട്ട്, അവിടെ ഒരു പൂരം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും തൃശ്ശൂർ പൂരമാണ് നമ്മൾ ശരിക്കും റെഫർ ചെയ്യുന്നത്, അല്ലാണ്ട് മറ്റുള്ള പൂരങ്ങളെക്കുറിച്ചല്ല നമ്മൾ. അപ്പോൾ സത്യം ഇതാണെന്നിരിക്കെ അപ്പോൾ ഒരു പൂരത്തിൻ്റെ ആ ഒരു വെടിക്കെട്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ അത് തൃശ്ശൂരിൻ്റെ ഒരു ടോട്ടാലിറ്റിയെ ബാധിക്കും എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാം. അപ്പോൾ അത് പക്ഷേ നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആവേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഇപ്പം ഇവിടെ എല്ലാ കാര്യത്തിനും നിയമങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 2008 എക്സ്പ്ലോസീവ് ആക്ടിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കലാക്കുന്നില്ല എന്നുള്ളതാണ്. പലയിടത്തും പല രീതിയിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഇപ്പം നമുക്ക് ഈ വെടിക്കെട്ടെല്ലാം കാണാൻ രസമുണ്ട്, അതേപോലെ തന്നെ അതിലെ പലതരത്തിലുള്ള വർണ്ണങ്ങളുണ്ടാകുന്നു. അത് നമ്മളെ കണ്ണിനെയും നല്ലൊരു രസം നൽകുന്നതാണ്. ഇത് പൊട്ടാസ്യം ക്ലോറൈഡ്, അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, ക്ലോറിൻ, ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഈ വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇതിലെ ഭരണസമിതിയിലുള്ള ആളുകൾക്കെതിരെ നമുക്ക് നോക്കി അറിയാൻ പറ്റും. കൊല്ലത്ത് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ 37 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിലെ 15 ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസുണ്ടായിട്ടുണ്ട്. ഇതൊരു മത്സരമാക്കി മാറ്റാതെ ഒരു വെടിക്കെട്ട് കൂടി ആക്കുക എന്ന് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഭരണസമിതി അംഗങ്ങൾ ഈ വിഷയം വളരെ സീരിയസ് ആയി പഠിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇതിനായിട്ട് ലൈസൻസ് എടുത്ത ആളുകളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവർ ഇപ്പം തന്നെ ഈ പെർട്ടിക്കുലർ കേസിൽ 15 കിലോഗ്രാമിൻ്റെ ലൈസൻസാണ് അദ്ദേഹം എടുത്തതെന്നാണ് അറിയാൻ സാധിച്ചത്. കൊല്ലത്താണെങ്കിൽ അതിൻ്റെ അടുത്ത വീട്ടുകാർ ഇത് ചെയ്യുമ്പോൾ ഞങ്ങളെ വീടിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്നാണ് അവർ ഇത് കൊടുത്തിരുന്നു, ഈ വെടിക്കെട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ അവർ കൊടുത്തിരുന്നു. കളക്ടർ അതിനോട് ഓക്കെ പറഞ്ഞതാണ്. പക്ഷേ അതിൻ്റെ പ്രായോഗികത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം അവരെ മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അവർക്ക് പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. കാരണം ഇപ്പോൾ ഒരു പോലീസ് കമ്മീഷണർ ഇതിന് ഞാൻ അനുമതി തരുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ എല്ലാവരും കൂടെ ചിലപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ വളയാനുള്ള സാധ്യതയുണ്ട്, അവരെ ഗെരാവോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് തന്നെയാണ് രാഷ്ട്രീയ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ വരുന്നു, ആ ഇലക്ഷനിൽ ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ അവരെന്തൊക്കെ വെടിക്കെട്ടും കഥനയൊക്കെ നടത്തും, ഇതൊക്കെ പോലീസിനോട് അനുവാദം ചോദിച്ചിട്ടും കളക്ടറോട് ചോദിച്ചിട്ടുമാണോ ചെയ്യുന്നത്? ഇവിടെ വെറും ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ മാത്രമൊന്നല്ല, ഏത് പരിപാടികൾ, ക്ലബിൻ്റെ പരിപാടികളായിക്കോട്ടെ, ഫുട്ബോൾ ടൂർണമെൻറ്റുകളായിക്കോട്ടെ, എല്ലാ പരിപാടികളിലും വെടിക്കെട്ടും കഥനയൊക്കെ നടക്കുന്നുണ്ട്. ഇവരുടെ 95% ആളുകൾക്കും സാധാരണ ജനങ്ങൾക്ക് ഈ വെടിക്കെട്ട് കാണാൻ ഭയങ്കര താല്പര്യം. അതുകൊണ്ട് വെടിക്കെട്ട് നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിച്ച ഗവൺമെൻറ്റിന് പണി പാളും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവരതിനെ മറുപടി പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ജനങ്ങളുടെ ഒരു മിഡിലേ പോകാൻ പറ്റും. അപ്പോൾ തൃശ്ശൂർ പൂരമായാലും കൂടുതൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആയിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ നിരോധിച്ച രാസവസ്തുക്കൾ ചേർത്തിട്ടില്ല എന്ന് ഉറപ്പിക്കുക, പിന്നെ പരമാവധി ആളുകളെ ഇതിൽ നിന്നും ബാക്കോട്ട് കൊണ്ടുവന്ന് അവർക്ക് അതിൻ്റെ ദൃശ്യം കാണാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക, പിന്നെ ദൃശ്യഭംഗി കൂട്ടുക. കാരണം അതിന് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നില്ല ഈ രീതിയിൽ. കാരണം ഇതൊക്കെ മുമ്പ് നടന്നിട്ടുണ്ടെങ്കിലും അവർ ഓപ്പൺ പ്ലേസിലാണ് ഇതെല്ലാം ചെയ്യാറുള്ളത്, ഗ്രൗണ്ടിൽ നിന്നാണ് ചെയ്യുന്നത്. ഒരു ഗ്രൗണ്ട് അന്ന് ഇതിനൊക്കെ കൂടുതൽ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം അത്ര ഗ്രൗണ്ടുകളില്ല. അപ്പോൾ ഇതൊക്കെ തന്നെയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ളതാണ് സത്യം. ഈ വെടിക്കെട്ട് കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. ഞാൻ പറയുന്ന ഈ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷമുള്ള റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 500ഓളം ആളുകൾ. അതേപോലെ തന്നെ ഈ വെടിക്കെട്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ ഒരുപാട് എക്സ്പ്ലോഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ നേരത്തെ പറയണ്ടേ, ഈ അമോണിയം നൈട്രേറ്റ് യൂസ് ചെയ്ത സ്ഥലങ്ങളിൽ പലപ്പോഴും ഇത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ മേഖലയിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവരതുകൊണ്ട് അവരുടെ ഉപജീവന മാർഗമാണ് അതെന്നുകൂടെ മനസ്സിലാക്കുന്നു. പക്ഷേ അവരും ഈ വിഷയം വളരെ സീരിയസ് ആയി എടുക്കേണ്ടതാണ്. കാരണം ഈ രാസപദാർത്ഥങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ടഫാണ്, വളരെ റിസ്ക്കുമാണ്. രാത്രി 10 മുതൽ പുലർച്ചെ ഒരു 6 മണി വരെ ശരിക്കും ഈ വെടിക്കെട്ടൊന്നും നടത്തരുത് എന്നാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പലതും തുടങ്ങുന്നത് തന്നെ രാത്രി 10 മണിക്കൊക്കെ ശേഷം. അപ്പോൾ കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങൾ ഉണ്ടാക്കാനേ പറ്റുള്ളൂ, പ്രാക്ടിക്കൽ ആക്കേണ്ടത് നമ്മൾ ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതും നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികളുണ്ടാവാം അടുത്തുള്ള വീടുകളിൽ. ഇപ്പോൾ ഈ കഠിന ശബ്ദമുള്ള ഈ ഗുണ്ട്, കതിന ഇവ ഉപയോഗിച്ചിട്ടുള്ള വെടിക്കെട്ട് ശരിക്കും നിരോധിച്ചതാണ്. അത് എവിടെയും ഉപയോഗിക്കാൻ പാടില്ല, ഗുണ്ടും കതിനൊന്നും എവിടെയും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇത് ഉപയോഗിക്കുന്ന അതിൻ്റെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള വീടുകളിൽ ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് പ്രസവിച്ച ഉടനെ കുട്ടികൾ, അവരൊക്കെ എത്രമാത്രം ഞെട്ടുന്നു, അവരത് എങ്ങനെ ബാധിക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പം ശരിക്കും കൊല്ലം പരവൂരിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് എല്ലാവരും വളരെ ഉണർന്ന് പ്രവർത്തിച്ചു. എസ്പെഷ്യലി അവിടുത്തെ നാട്ടുകാർ വളരെ അവരുടെ കഴിവിൻ്റെ പരമാവധി തന്നെ ആ വലിയൊരു ദുരന്തത്തെ കുറയ്ക്കാൻ സാധിച്ചത് അവരുടെ നാട്ടുകാരുടെ ഇതാണ്. അതേപോലെ തന്നെ നമ്മളുടെ കുറേ മരുന്നുമായിട്ട് നാവികസേന കൊല്ലത്തെത്തി. സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപ ആശ്രിതർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപ അവരുടെ വകയായിട്ട് അവരും കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതിന് സഹായം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അമൃതാനന്ദമയി മഠം വന്നു. അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരായ ഈ MA യൂസഫ് അലി വന്നു, അതുപോലെ രവി പിള്ള വന്നു, പിന്നെ BR ഷെട്ടി എന്ന് പറഞ്ഞ ഒരു ബിസിനസ് മാഗ്നറ്റ് വന്നു. അവരെല്ലാം അവരുടെ കഴിവനുസരിച്ചെല്ലാം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ശരിക്കും ജനങ്ങളും ഭരണകൂടവും വളരെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് കൂടി നമ്മളിവിടെ നോട്ട് ചെയ്യണം. അതുകൊണ്ടാണ് കുറേയെങ്കിലും ദുരന്തത്തെ കുറയ്ക്കാൻ സാധിക്കും. വ്യക്തിപരമായി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പല ക്ഷേത്രങ്ങളുടെയും ഉത്സവത്തിന് ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് ഈ ആനയെ ചെറുതായിട്ട് പേടിയാണ്. എനിക്ക് ഈ വെടിക്കെട്ട് കാര്യം, ഇപ്പോൾ ഒരു വെടിക്കെട്ടിൻ്റെ ഒരു വിഷ്വൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അത് നേരിൽ കാണാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഈ ഒരു പ്രശ്നം എപ്പോഴാണ് എന്തൊക്കെ സംഭവിക്കുക എന്നറിയില്ല. അപ്പോൾ തന്നെ ഈ ആനയുടെ ഒരു കേസിലേക്ക് വരാം. അസുഖമുള്ള ആനകളെ എഴുന്നള്ളിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നിയമങ്ങളുണ്ടെങ്കിലും അതിപ്പോൾ നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? അപ്പോൾ അതിൻ്റെ പാപ്പാൻ എന്ന് പറയുന്ന ആളാണ് ഇതെല്ലാം പറയേണ്ടത്. പക്ഷെ അദ്ദേഹം അങ്ങനെ ചെയ്യണമെന്നില്ല. ഇവിടെ പല സ്ഥലങ്ങളിലും ആന മതമിളകിയിട്ടുണ്ട്, ആന പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടുണ്ടാക്കി? ആ മതമിളകിയ ആനകളെക്കുറിച്ച് ഞാൻ ചെറിയ റിസർച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ അധികവും അതിൻ്റെ ഒരു റെക്കോർഡ് നോക്കുകയാണെങ്കിൽ ആ മുൻകാലങ്ങളിൽ വളരെ പാവമായിട്ടുള്ള
ആനകളാണ്. അവ അങ്ങനെ മുൻകാലങ്ങളിൽ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ആന മതമിളകി, എന്തുകൊണ്ട് ആന ഒരു ഉത്സവപ്പറമ്പിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രദേശത്ത് ജീവിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ശരീരം ഉള്ളത്. അതേസമയം നമ്മൾ ഈ ആനയെ രാവിലെ സമയങ്ങളിലും നല്ല ചൂടുള്ള സമയങ്ങളിലും അതിൻ്റെ അടുത്തൊക്കെ വളരെ താലവും മറ്റൊക്കെ എന്തുന്ന ആളുകളൊക്കെ വരുമ്പോൾ നല്ല ചൂട് ഈ ആനയ്ക്ക് ഉണ്ടാവും. അപ്പം അത്രയും ചൂട് അതിനെ താങ്ങാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട്. രണ്ടാമത്തത് അതിന് അസുഖം പലതും ഉണ്ടാവും. നമുക്ക് മാത്രമല്ലല്ലോ, മൃഗങ്ങൾക്കും അസുഖം ഉണ്ടാവും. അപ്പം അത്രയും അസുഖമുള്ള സമയത്തായിരിക്കാം ചിലപ്പോൾ അതിനെ കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാപ്പാൻ എന്ന് പറയുന്ന മനുഷ്യൻ അതിന് മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കാറില്ല. അവർ ചില പാപ്പന്മാർ നന്നായിട്ട് മദ്യമൊക്കെ കഴിച്ച് അതിനെ തല്ലാറുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. നമ്മൾ മൃഗങ്ങളുടെ ജനറൽ ആയിട്ടുള്ള മൃഗങ്ങളുടെ ഒരു മനഃശാസ്ത്രം എടുക്കുകയാണെങ്കിൽ ഒരു മൃഗം ഒരു മനുഷ്യനെ ആക്രമിക്കുന്നുവെങ്കിൽ 2 സിറ്റുവേഷനിലാണ് മൃഗം ആക്രമിക്കുന്നത്. ഒന്ന് അതിൻ്റെ സെൽഫ് ഡിഫെൻസ് ആണ്, കാരണം നമ്മൾ അതിനെ ആക്രമിക്കുമ്പോൾ അത് നമ്മളെ തിരിച്ചാക്രമിക്കും. ഇതാണ്. രണ്ടാമത്തെ അതിൻ്റെ ഒരു ഭക്ഷണം എന്ന രീതിയിലാണ് നമ്മൾ ആക്രമിക്കുന്നത്. ദാറ്റ് ഈസ്, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് കൂടെ നടന്നു പോകാൻ വിചാരിക്കാം, ദൂരെ ഒരു പുലിയോ സിംഹോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ ആക്രമിക്കും. കാരണം അതിന് വിശ്വസം നമ്മൾ ഭക്ഷണമാണ്, നമ്മളോടുള്ള പേഴ്സണൽ വൈരാഗ്യം കൊണ്ടൊന്നുമില്ല. അതിന് ഭക്ഷണം എന്ന രീതിയിൽ അത് നമ്മൾ ആക്രമിക്കും, നമ്മളെ കൊല്ലും. അതേസമയം നിങ്ങൾ നടന്നു പോവാണ്, വളരെ ദൂരെ ഒരു പാമ്പുണ്ടെന്ന് വിചാരിക്കുക, അത് ഓടി വന്ന് നിങ്ങളെ കടിക്കുകയൊന്നുമില്ല. കാരണം അതിന് നിങ്ങളോട് പ്രത്യേകിച്ച് പേഴ്സണൽ വൈരാഗ്യമൊന്നുമില്ല. അങ്ങനെ അത് കഴിയുന്നു നിങ്ങളെ കാണാതെ പോകാനേ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ ഒരുവിധ നിങ്ങൾ അതിൻ്റെ ഭക്ഷണമല്ലാത്ത ഏത് കാര്യവും അത് നിങ്ങളെ കണ്ടാൽ, ഒരു മൃഗം നിങ്ങളെ കണ്ടാൽ അത് ഓടി മാറാനേ ശ്രമിക്കുകയുള്ളൂ. അതേസമയം ഒരു പാമ്പ് നിങ്ങളെ കടിക്കുന്നു, കാരണം നിങ്ങൾ നടന്നു പോകും, നിങ്ങൾ അബദ്ധത്തിൽ ആ പാമ്പ് ചിലപ്പോൾ മുന്നിൽ കിടക്കുന്നുണ്ടാകും, നിങ്ങളത് അറിയാതെ നിങ്ങൾ അതിനെ ചവിട്ടി പോകുന്നു. അപ്പം ആ പാമ്പ് തെറ്റിദ്ധരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഉപദ്രവിച്ചു എന്ന പേരിലാണ് അത് നിങ്ങളെ കടിക്കുന്നത്, അല്ലാതെ ഒരു പാമ്പ് ഓടി വന്ന് നിങ്ങളെ കടിക്കുകയൊന്നുമില്ല. ആന വയലന്റ് ആവുന്ന ഏത് സിറ്റുവേഷനിലും പാപ്പാനെയാണ് ഫസ്റ്റ് കൊല്ലാറുള്ളത്. അതിന് വേണ്ട ഭക്ഷണം ചിലപ്പോൾ 2 ദിവസമായിട്ട് അയാൾ കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ സംഭവത്തിന് തൊട്ട് മുമ്പായിട്ട് അതിനെ നന്നായിട്ട് തല്ലിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള അത്, അല്ലെങ്കിൽ അതിന് അത്രയും അസുഖമായിരിക്കും. അപ്പോൾ ഒരു രക്ഷയില്ല. ഇത് നമ്മളെപ്പോലെ ചേട്ടാ എനിക്ക് അസുഖമാണെന്ന്, എനിക്ക് വരാൻ വയ്യ, അല്ല ഈ മനുഷ്യൻ എനിക്ക് 2 ദിവസമായിട്ട് ഭക്ഷണം തരുന്നില്ല. ആനയെ സംബന്ധിച്ചിടത്തോളം ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള ഭാഗമായിട്ട് ഒരു ചെറിയൊരു ഷോ നടത്തുന്നതാണ് അവിടെ. പക്ഷേ ആനയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തുമ്പിക്കായോടെ എടുത്ത് ഒരു ഏറ് കൊടുക്കുകയാണ്, അപ്പോഴേക്ക് അയാളെ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ്. ആന അത്രയും വിചാരിക്കുന്നില്ല. ഒന്നാമത് ആനയെ സംബന്ധിച്ചിടത്തോളം ആന ഒരു ചെറിയൊരു മൃഗമായിട്ടാണ് ആന മനസ്സിലാക്കുന്നത്. അപ്പോൾ ആനയ്ക്ക് ആ സിറ്റുവേഷനിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് അതെങ്ങനെ ഫീൽ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് മതമിളകി, അല്ലെങ്കിൽ ആന പ്രശ്നം ഉണ്ടാക്കി, പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ആന എന്തൊക്കെ കാട്ടിക്കൂട്ടി. ഞാൻ പറയട്ടെ, ആന ഒരിക്കലും ഒരാളെ കൊല്ലുന്ന, ആനയ്ക്ക് അത് ഭക്ഷണം കഴിക്കാനല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആനയെ കൊണ്ടു നടക്കുന്ന ആളുകൾ കുറച്ചുകൂടി മാന്യമായി ആനയോട് പെരുമാറണം. ഇതാണ് സത്യം. അതുകൊണ്ട് ആന എഴുന്നള്ളിപ്പ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആനയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ കൂടി ചെയ്തു കൊടുത്തിട്ട് അത് ചെയ്യണം. അതേപോലെ തന്നെ കഴിയുന്ന 3 മീറ്ററൊക്കെ അകലം പാലിച്ചുകൊണ്ട് കഴിയുന്നു എന്നുള്ള നിയമമുണ്ട്, കോടതിയുടെ നിയമമുണ്ട്. ഇത് എത്രമാത്രം പാലിക്കുന്നോ ഇതൊക്കെ നല്ലതാണ്. മത്സര കമ്പം പരമാവധി ഒഴിവാക്കുന്ന എല്ലാവർക്കും നന്നാവും. അപ്പോൾ അടുത്ത ആഴ്ച ഒരു കിടിലൻ സബ്ജക്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് ഷോ കാണാൻ മറക്കരുത്.
വേഗം പൂവണിച്ചവളെ ശാന്തസുന്ദര തവപരദീപ്തിയഴ ഇത്ര വസന്തകാല ശിശിരങ്ങൾ ഹേമന്ത ചന്ദ്രികയിൽ മിന്നും സമൃദ്ധ സൂര്യൻ പോ മകരരാത്രിയിൽ മിന്നും പൂർണ്ണചന്ദ്രൻ പോ ഒന്നപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി പൂവേ പൂക്കളിൽ നീയേ മനോഹരി മാനസമണി വീണ മീട്ടുന്ന ഭാവന ദേവനൃത്തം മുതിർക്കവേ ചിത്തമതിച്ചും നൃത്തമാടും അപ്സരസുന്ദരി മാനസമണി വീണ മീട്ടുന്ന ഭാവന ദേവനൃത്തം മുതിർക്കവേ ചിത്തമതിച്ചും നൃത്തമാടും അപ്സരസുന്ദരി തുമ്പികൾ തുമ്പയെ കിളിയാക്കി കൂട്ട പ്രണയം കടം വാങ്ങി ചന്ദ്രികയിൽ മിന്നും സമൃദ്ധ സൂര്യൻ പോ മകരരാത്രിയിൽ മിന്നും പൂർണ്ണചന്ദ്രൻ പോ ഒന്നപ്പൂവേ പൂക്കളിൽ നീയേ ഭാഗ്യവതി പൂവേ പൂക്കളിൽ നീയേ മനോഹരി ഇവളെന്തീ ഫോൺ എടുക്കാത്തെ? കുറച്ചു നേരമായല്ലോ. ആരെ വിളിക്കുന്നത്? പണം വരും പോകും, പ്രണയം വരും പോകും, ഉറക്കം വരും, പക്ഷേ പോകൂല പോകൂല. ദേ കിടന്നു ദാ ഉറങ്ങി, ദേ കിടന്നു ദാ ഉറങ്ങി. ലവ് ഈസ് നോട്ട്